Okay, next question നോക്കാം. The introduction of job oriented courses in the self-financing colleges attract many students അല്ലേ? എന്താണ് ജോബ് ഓറിയൻറ്റഡ് കോഴ്സസ്? സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ ജോബ് ഓറിയൻറ്റഡ് കോഴ്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൊണ്ട് എന്തായി, കുറേ സ്റ്റുഡൻസിനെ അത് അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇൻട്രൊഡക്ഷൻ കുറേ സ്റ്റുഡൻസിനെ അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാം അട്രാക്റ്റ് എന്നുള്ളതാണ് നമ്മുടെ വെർബ്. ഈ വെർബ് നമ്മുടെ ജോബ് ഓറിയൻറ്റഡ് കോഴ്സിനാണോ അതോ അതിൻ്റെ ഇൻട്രൊഡക്ഷനാണോ? നമ്മൾ ഈ സെൻറ്റൻസിൽ ആരെക്കുറിച്ചാണ് സംസാരിക്കണത്, അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കണത്? അതായത് ആ ജോബ് ഓറിയൻറ്റഡ് ആയ കോഴ്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു പരിപാടിനെയാണ്, ആ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൊണ്ടാണ് സ്റ്റുഡൻസിനെ അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ അട്രാക്റ്റ് എന്നുള്ള വെർബ് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, സോ അട്രാക്ട്സ് ആണ്. മനസ്സിലായല്ലോ? സോ സെൻറ്റൻസിൽ ഒരു വെർബ് അത് ഏത് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏത് നൗണിന് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ആ പ്രൊനൗൺ ഏത് നൗണിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. മനസ്സിലാക്കിയതിന് ശേഷം മനസ്സിലാക്കിയാൽ നമുക്കത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. യെസ്, ഇറ്റ് ഈസ് ഐ ഹൂ ഈസ് ടു ബി blamed for this situation. It is I who is to be blamed for this situation. Yes, സിമ്പിൾ ആണ്. ഇവിടെ റിലേറ്റീവ് പ്രൊനൗൺ ഉണ്ട്. റിലേറ്റീവ് പ്രൊനൗൺ ആൻറ്റിസിഡൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ അത് കഴിഞ്ഞ് വരുന്ന വെർബായാലും പ്രൊനൗൺ ആയാലും ആൻറ്റിസിഡൻറ്റിന് അനുസരിച്ചിട്ടായിരിക്കും. ഇസ് അല്ല, ആം ആണ്. ഇറ്റ് ഈസ് ഐ who am to be blamed for this situation. മനസ്സിലായല്ലോ? യെസ്. The strain of all the difficulties, vexation and anxieties are more than he could bear. അല്ലേ? തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെയാണ്. ഇൻട്രൊഡക്ഷൻ ഓഫ് എന്താണ്, ജോബ് ഓറിയൻറ്റഡ് കോഴ്സ് പോലെയാണ്. സ്ട്രെയിൻ ഓഫ് ഒരുപാട് ഡിഫിക്കൽറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വെക്സേഷൻസ് ഉണ്ട്, അതേപോലെ ഒരുപാട് ആങ്സൈറ്റീസ് ഉണ്ട്. അതിൻ്റെ സ്ട്രെയിനാണ് അവന് സഹിക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ. അല്ലാതെ ഡിഫിക്കൽറ്റീസ് കൂടുതലാണോ, അല്ലെങ്കിൽ വെക്സേഷൻ കൂടുതലാണോ, അല്ലെങ്കിൽ ആങ്സൈറ്റീസ് കൂടുതലാണോ എന്നല്ല തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇതെല്ലാം കൂടെയാണ് കൂടുതൽ എന്നും അല്ല അവർ തന്നിട്ടുള്ളത്. അതുകൊണ്ടുണ്ടാവുന്ന സ്ട്രെയിൻ കൂടുതലാണെന്നാണ് തന്നിട്ടുള്ളത്. സ്ട്രെയിൻ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, കാരണം അത് അൺകൗണ്ടബിൾ ആണ്. സോ ഇവിടെ ആറല്ല, ഇസ് ആണ്. മനസ്സിലായല്ലോ? ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ സെൻറ്റൻസ് എഴുതാം. The knowledge of at least two languages are essential for this job. അപ്പോൾ ഈ ജോബിന് വേണ്ടി 2 ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക, 2 ലാംഗ്വേജിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് എന്ത്, എസെൻഷ്യൽ. സോ നമ്മളിവിടെ 2 ലാംഗ്വേജ് എന്നുള്ളതല്ല നമ്മുടെ സബ്ജക്റ്റ്. ദ നോളജ് ഓഫ്, അതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള ഒരു ധാരണ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ്. സോ ആറല്ല, ഇസ് ആണ്. മനസ്സിലായല്ലോ? സോ സെൻറ്റൻസ് വായിച്ചിട്ട് ഏത് വെർബ് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഏത് പ്രൊനൗൺ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്യൂട്ടി. യെസ്.
ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ പറയുമ്പം the introduction of tea and coffee and such other beverages has ആണ് വരണ്ടേ, have അല്ല. സോ അപ്പം ഏതാണ് നമ്മുടെ സബ്ജക്റ്റ് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. Each of the students in the computer class have to type their own research paper this semester. ഓക്കെ, അവരുടെ ഓൺ റിസർച്ച് പേപ്പർ ഈ സെമസ്റ്ററിൽ ടൈപ്പ് ചെയ്യണം എന്നാണ്. നമുക്കറിയാം ഈച്ച് ഓഫ് ദയ്ക്ക് ശേഷം നമ്മൾ പറഞ്ഞു പ്ലൂറൽ നൗൺ ആണ് വരിക. സോ ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ആണ്. ഇൻ ദ കമ്പ്യൂട്ടർ ക്ലാസ് നമ്മൾ ഇതിനെ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഹാവ് അല്ല, ഹാസ് ആണ്. ഈച്ച് ആണ് നമ്മുടെ സബ്ജക്റ്റ്. കാര്യം ഈച്ച് ഓഫ് ദയ്ക്ക് ശേഷം പ്ലൂറൽ നൗൺ ആണെങ്കിലും നമ്മുടെ സബ്ജക്റ്റ് ഈച്ച് ആണ്. സോ ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വെർബ് ആയാലും പ്രൊനൗൺ ആയാലും അതെല്ലാം സിംഗുലർ ആയിരിക്കും. സോ ടൈപ്പ് ദയർ അല്ല, ടൈപ്പ് ഹിസ് ആണ്. ഈ ദയർ എന്നുള്ളത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ ഇവിടെ ദയർ അല്ല വരണ്ടേ, ഹിസ് ആണ് വരണ്ടേ. മനസ്സിലായല്ലോ? യെസ്. He walks as if the earth belongs to him. He walks as if the earth belongs to him. അല്ലേ? യെസ്. നമ്മുടെ സ്പെഷ്യൽ കാറ്റഗറി അല്ല, നമ്മുടെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. ആസ് ഇഫ് അല്ലെങ്കിൽ ആസ് ദോ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അതെന്താണ്? റിയൽ അല്ലാത്ത കാര്യങ്ങളാണ്, ഇമാജിനറി ആയ കാര്യങ്ങളാണ്. സോ അത്തരം ഇമാജിനറി ആയ കാര്യങ്ങൾ വന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ പാസ്റ്റ് ടെൻസും പ്ലൂറൽ ഫോമുമാണ് യൂസ് ചെയ്യുക. സോ ഇവിടെ ബിലോങ്സ് അല്ല, ബിലോങ്ഡ് ആണ്. ഈ ഭൂമി അവൻ്റെ ആണെന്നുള്ള രീതിയിലാണ് അവൻ നടക്കണേന്നാണ് നമ്മൾ പറയുന്നത്. ആസ് ഇഫ് എന്ന് തന്നിട്ടുള്ളതുകൊണ്ട് നമുക്കറിയാം അത് ഇമാജിനറി സെൻറ്റൻസ് ആണ്. സോ ഇവിടെ വെർബ് വരുമ്പം പാസ്റ്റ് ടെൻസും ആയിരിക്കണം, പ്ലൂറലും ആയിരിക്കണം. മനസ്സിലായല്ലോ? നമ്മൾ ഈ റൂള് ഡിസ്കസ് ചെയ്തതാണ്. യെസ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Not one of his lecture have been printed. Not one of his lecture have been printed. ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ. അയാളുടെ ഒരു ലെക്ചർ പോലും പ്രിന്റ് ചെയ്തിട്ടില്ല. വൺ ഓഫിന് ശേഷം വരേണ്ടത് എന്താണ്? പ്ലൂറൽ ആണ്. സോ ലെക്ചർ അല്ല, ലെക്ചേഴ്സ് ആണ്. ഇവിടെ നോട്ട് വൺ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരെണ്ണം പോലും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ്. സോ അത് സിംഗുലർ ആണ്. സോ ഇവിടെ ഹാവ് അല്ല വരണ്ടേ, ഹാസ് ആണ് വരണ്ടേ. മനസ്സിലായല്ലോ? യെസ്. ഞാൻ വേറൊരു സെൻറ്റൻസ് എഴുതാം. ഡ്രിങ്കിങ് ആൻഡ് ഡ്രൈവിങ് ആർ എ മേജർ കോസ് ഓഫ് ആക്സിഡൻറ്റ്. അല്ലേ? എന്താണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ്? ആക്സിഡൻസിൻ്റെ മേജർ കോസ് എന്ന് പറയുന്നത് കുടിച്ചിട്ട് വണ്ടി ഓടിക്കണതാണ്. ഇവിടെ കാര്യം സബ്ജക്റ്റ് 1 ഉണ്ട്, ആൻഡ് ഉണ്ട്, സബ്ജക്റ്റ് 2 ഉണ്ടെങ്കിലും നമ്മളിതിനെ ടുഗദർ ആയിട്ട് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കുടിച്ചോണ്ട് വണ്ടി ഓടിക്കുക അല്ലെങ്കിൽ കുടിച്ചിട്ട് വണ്ടി ഓടിക്കണതാണ് ആക്സിഡൻസിൻ്റെ മെയിൻ കാരണം. ഇതൊരു സിംഗിൾ യൂണിറ്റ് ആണ്. സോ ഇത് സിംഗുലർ ആണ്. ഇവിടെ ആറല്ല,
ഇസാണ്. നമ്മൾക്ക് കുറച്ചൊക്കെ നമ്മുടെ എന്താ പറയുക ഇങ്ങനത്തെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൽ നമ്മൾ കുറേ തിയറിയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ആ തിയറിയും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്താണ് നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യണതെങ്കിലും ചില സമയത്ത് നമുക്ക് നമ്മുടെ കോമൺ സെൻസും കൂടെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരും. മനസ്സിലായോ? ചില സിറ്റുവേഷൻസിൽ നമുക്ക് കോമൺ സെൻസ് അപ്ലൈ ചെയ്യാനുണ്ടാവും. ഇവിടെ സബ്ജക്റ്റ് 1 ആണ്, ഇവിടെ ആൻഡ് ആണ്, ഇവിടെ സബ്ജക്റ്റ് 2 ആണ്. കണ്ടപാടെ ഇത് പ്ലൂറലാണെന്ന് വിചാരിക്കരുത്. കുടിച്ചിട്ട് വണ്ടി ഓടിക്കുക എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ ഡ്രിങ്കിങ് ആൻഡ് ഡ്രൈവിംഗ് എന്നുള്ള ഈ ഒരു ഫ്രേസ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഇതിന് നമ്മൾ സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? സോ അതുകൊണ്ട് ഇത് സിംഗുലറാണ്. As a person who believes that honesty is the best policy, I feel politics are not my cup of tea. Politics are not മൈ കപ്പ് ഓഫ് ടീ. നോക്കിക്കോളൂ, ഒരു പേഴ്സൺ, അതായത് ഒരു ഏറ്റവും വലിയൊരു കാര്യം അല്ലെങ്കിൽ ബെസ്റ്റ് പോളിസി എന്ന് പറയുന്നത് ഓണസ്റ്റി ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയുവാണ് അല്ലെങ്കിൽ ഞാൻ ഫീൽ ചെയ്യുവാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഏരിയ അല്ല, അല്ലെങ്കിൽ എൻ്റെ കപ്പ് ഓഫ് ടീ അല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ പോളിറ്റിക്സ് എന്നുള്ളത് സിംഗിൾ, നമ്മുടെ നൗൺസ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ഈ പൊളിറ്റിക്സ്, മാത്തമാറ്റിക്സ് എന്നുള്ള ഇങ്ങനത്തെ വേർഡ്സൊക്കെ കേൾക്കുമ്പോൾ എസ്സിൽ അവസാനിക്കണോണ്ട് നമ്മളത് പ്ലൂറലാണെന്ന് വിചാരിക്കും. പക്ഷേ അത് ആക്ച്വലി അത് പ്ലൂറൽ അല്ല. സോ അതെന്താണ്? പൊളിറ്റിക്സ് എന്നുള്ളത് സിംഗുലർ ആണ്, ആറല്ല, ഇസാണ്. നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ നൗൺസിൻ്റെ സെഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഡൗട്ട്സ് ഉള്ളവർ നൗൺസിൻ്റെ വീഡിയോസ് പോയി ചെക്ക് ചെയ്താൽ മതി. യെസ്. അപ്പം നമ്മൾ ഒരു കാര്യം നമ്മൾ പഠിക്കും. ഇപ്പോൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പറയും, കുറേ റൂൾസ് ഉണ്ട്. പക്ഷെ അത് നമ്മളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഓരോരോ ടോപ്പിക്കും ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നല്ല, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആയാലും ഇപ്പോൾ മാത്സിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോഴായാലും പല ടോപ്പിക്സും ഇൻ്റർ കണക്റ്റഡ് ആണ്. ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ കാര്യം പ്രത്യേകിച്ച് നമുക്കൊരു ക്വസ്റ്റ്യനിൽ മിയർലി ഒരു ഒരൊറ്റ റൂള് മാത്രം അപ്ലൈ ചെയ്യുക എന്നുള്ള ഒരു സംഭവം ആവില്ല. നമ്മൾ ഒരുപാട് ചാപ്റ്റേഴ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ആലും ഇപ്പോൾ നമ്മൾ നൗൺസിൻ്റെ ചാപ്റ്ററിലാണ് നമ്മൾ പഠിച്ചത് പൊളിറ്റിക്സ് എന്നുള്ളത് സിംഗുലറാണ്. അപ്പോൾ ഒരു സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊനൗൺ സിംഗുലർ ആയിരിക്കണം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ അതിൻ്റെ വെർബ് പ്ലൂറൽ ആയിരിക്കണം, അല്ലെങ്കിൽ പ്രൊനൗൺസ് പ്ലൂറൽ ആയിരിക്കണം എന്ന് നമ്മൾ എവിടെയാണ് പഠിച്ചത്? സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിലാണ് പഠിച്ചത്. അപ്പോൾ ആ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നൗൺസിൻ്റെ ചാപ്റ്റർ ആവശ്യം വരും. സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൻ്റെ റൂൾസ് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് എന്നുള്ള ആ ഒരു ചാപ്റ്ററുണ്ട്. അപ്പോൾ ഒരേ കാര്യം നമ്മൾ ഈ എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് ഇൻ്റർ ലിങ്ക്ഡ് ആണ്, അല്ലെങ്കിൽ ഇന്റർ കണക്റ്റഡ് ആണ്. യെസ്. The whole നമ്മുടെ ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. The whole block of flats including 2 shops were destroyed in fire. were
destroyed in fire. Yes. നമ്മൾ പറഞ്ഞു ഒന്നിലധികം, അതായത് മോർ ദാൻ 1 in നമ്പർ ഉണ്ടെങ്കിലും നമ്മളതിനെ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പം അത് സിംഗുലർ ആയിരിക്കും അല്ലേ. മോർ ദാൻ 1 in നമ്പർ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ മൾട്ടിപ്പിൾ യൂണിറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോഴാണ് അത് പ്ലൂറൽ ആവുന്നത്. ഇവിടെ നോക്കിക്കോളൂ, ഹോൾ ബ്ലോക്ക് ഓഫ് ഫ്ലാറ്റ്സ് എന്നാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഹോൾ ബ്ലോക്ക് ഓഫ് ഫ്ലാറ്റ്സ് ഇൻക്ലൂഡിങ് 2 ഷോപ്സ്. അവിടെ 2 കടയുണ്ട്, അത് കൂടാണ്ട് ഒരു ഹോൾ ബ്ലോക്ക് ഓഫ്, എന്താ പറയുക, ഒരു ഹോൾ ബ്ലോക്ക് ഓഫ് ഫ്ലാറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു മുഴുവൻ ഫ്ലാറ്റ്സിനെയും, ആ ഒരു ഫുള്ള് ബ്ലോക്കിനെയും നമ്മളൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു മുഴുവൻ ഒരു എന്താ പറയുക, ഒരു ഏരിയ എന്ന് വിചാരിക്കുക, അതിലൊരു കുറേ ഫ്ലാറ്റ്സ് ഉണ്ട്. ആ ഫ്ലാറ്റ്സും അതേപോലെ ഈ 2 ഷോപ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഈ ഒരു എന്താ പറയുക, ഈ ഒരു സബ്ജക്റ്റിനെ നമ്മളൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് വേറല്ല വാസ് ആണ്. അതുകൊണ്ട് എന്താണ്, വേറല്ല വാസ് ആണ്. മനസ്സിലായല്ലോ? യെസ്. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, ഓക്കെ. നമ്മുടെ സബ്ജക്റ്റ് ഞാൻ പറഞ്ഞു, സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞു. നമ്മൾ വെർബിൻ്റെ കുറച്ച് ബേസിക്കായ കാര്യങ്ങൾ, വെർബിൻ്റെ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് പോലെ വെർബിനെ കുറിച്ച് നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തില്ലേ, ആ കൂട്ടത്തിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സെക്ഷനിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു 2 ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. യെസ്. I should studied harder when I was young. When I was young. ഞാൻ യങ് ആയിരിക്കുമ്പോൾ ഞാൻ എന്താണ്, നന്നായി പഠിക്കണമായിരുന്നു. യെസ്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഷുഡ് എന്ന് പറയുന്നത് എന്താണ്, മോഡൽ വെർബാണ്. നമ്മൾ പഠിച്ചു വെർബിന് 4 ഫോം ഉണ്ട്, പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, അതേപോലെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. ഓരോ ഫോംസും, ഓരോ ഫോം ഓഫ് വെർബും നമ്മൾ ഏതൊക്കെ കോണ്ടെക്സ്റ്റിലാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. മോഡൽ വെർബിന് ശേഷം നമ്മൾ എപ്പോഴും വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുക. മോഡൽ വെർബ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ആ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഏറ്റവും ബേസിക്കായ വെർബിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസിക്കായ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത സെഷൻ ആയിരുന്നു അത്, ഡിസ്കസ് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു അതപ്പോൾ നിങ്ങൾ മോഡൽ വെർബും എന്താണ് പ്രൈമറി ഓക്സിലറിയും എന്താണ് ഓക്സിലറി എന്നും ട്രാൻസിറ്റീവ് ഇൻട്രാൻസിറ്റീവ് ഒക്കെ നമ്മളവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോ പോയി കണ്ടാൽ മതി. അപ്പം നമുക്കറിയാം സ്റ്റഡീഡ് അല്ല V1 ഫോം, സ്റ്റഡിയാണ് V1 ഫോം. മനസ്സിലായല്ലോ? യെസ്. The inspector said that standards at the school had to be raised. Yes, had to be raised. To be എന്നുള്ള ആ ഒരു വേർഡിന് ശേഷം, to be എന്നുള്ളതിന് ശേഷം നമ്മൾ വെർബിൻ്റെ 3rd ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുക. ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് എന്താണ്? സ്കൂളിലുള്ള സ്റ്റാൻഡേർഡ്സ് അത് ഇൻക്രീസ് ചെയ്യണം അല്ലെങ്കിൽ വർദ്ധിപ്പിക്കണം എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ വെർബ് എന്താണ്? റേസ് ആണ്. റേസ് ആണ് V1, റേസ്ഡ് ആണ് എന്ത്? V2 ആയാലും V3 ആയാലും. റേസിംഗ് ആണ് എന്ത്? V4 ഫോം. അതേപോലെ ഇതിൻ്റെ സിംഗുലർ ഫോം എന്താണ്? V1ൻ്റെ സിംഗുലർ ഫോം എന്താണ്? റേസസ് ആണ്. സോ ഇവിടെ റേസൺ അല്ല, റേസ്ഡ് ആണ്. മനസ്സിലായല്ലോ? സോ ഈ രീതിയിലും നിങ്ങൾക്ക് ചിലപ്പം എറേഴ്സ് ചോദിക്കാം.
അപ്പോൾ ഒരു വെർബ് കറക്റ്റായ ഫോമിലാണോ അവർ യൂസ് ചെയ്തേക്കണേ, അതായത് നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ യൂസ് ചെയ്യേണ്ട ആ കറക്റ്റ് ഫോമിലാണോ നമ്മൾ യൂസ് ചെയ്തേക്കണേ, ആ വെർബിൻ്റെ V1 അല്ലെങ്കിൽ V2 അല്ലെങ്കിൽ V3 അല്ലെങ്കിൽ V4 ഫോം കറക്റ്റ് ആണോ, അല്ലെങ്കിൽ അതിൻ്റെ സിംഗുലർ ഫോം ആയാലും പ്ലൂറൽ ഫോം ആയാലും കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ എറർ സ്പോട്ടിങ്ങിൽ ചെക്ക് ചെയ്യാനുണ്ടാവും. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഹോൾ സെഷൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഷീ വാണ്ടഡ് certain girl to make entry into the class, to make entry into the class. Yes. നോക്കിക്കോളൂ, ഇവിടെ സിമ്പിളാണ്. ഷി വാണ്ടഡ് സർട്ടൺ ഗേൾ ടു മേക്ക് എൻട്രി ഇൻ ടു ദ ക്ലാസ്. നോക്കിക്കോളൂ, ടൂന് ശേഷം നമ്മൾ V1 ഫോമാണ് യൂസ് ചെയ്യേണ്ടത്, അത് കറക്റ്റാണ്. മേക്ക് എൻട്രി ഇൻ ടു ദ ക്ലാസ് എല്ലാം കറക്റ്റാണ്. ഇവിടെ പ്രശ്നം സർട്ടൺ ഗേൾ ആണ്. നമ്മൾ പറഞ്ഞു സർട്ടൺ, വേരിയസ്, മെനി, അതേപോലെ സം, പിന്നെ എന്ത് പറയാം, സം. ഇതിനൊക്കെ ശേഷം നമ്മൾ പ്ലൂറൽ നൗണാണ് യൂസ് ചെയ്യുന്നത്. സർട്ടൺ, വേരിയസ്, മെനി, സം, ഇതിനൊക്കെ ശേഷം നമ്മൾ പ്ലൂറൽ നൗണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ഗേൾ അല്ല, ഇവിടെ എന്താണ്, ഗേൾസ് ആണ്. അതേപോലെ ഓൾ, ഓൾ എന്ന് പറയുന്ന വേർഡിന് ശേഷവും, ഓൾ എന്ന് പറയുന്ന വേർഡിന് ശേഷവും നമ്മൾ ഓൾ ഗേൾസ്, ഓൾ ബോയ്സ്, ഓൾ സ്റ്റുഡൻസ് അല്ലേ, അങ്ങനെ ഓൾ എന്ന് പറയുന്ന വേർഡിന് ശേഷവും നമ്മൾ പ്ലൂറൽ നൗണാണ് നമ്മൾ യൂസ് ചെയ്യുക. ഈച്ച്, എവ്രി അല്ലേ, ഇതിനൊക്കെ ശേഷം നമ്മൾ എന്ത് യൂസ് ചെയ്യും, സിംഗുലർ നൗൺ യൂസ് ചെയ്യും. ഈച്ചിന് ശേഷം നമ്മൾ സിംഗുലർ നൗൺ യൂസ് ചെയ്യും, എവ്രിക്ക് ശേഷം നമ്മൾ സിംഗുലർ നൗൺ യൂസ് ചെയ്യും. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ, നമ്മുടെ നോക്കാം, വേറെ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കിയിട്ട് വൈൻഡപ്പ് ചെയ്യാം. യെസ്.